ഹായ്, ഞാൻ നാജ. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നാജ താറ്റ്സ് അടുക്കള. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ അടുക്കളയിൽ ഞാനൊരു സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിസാമി ചിക്കൻ. ഇത് ഹൈദരാബാദിൻ്റെ റിച്ച് ഫ്ലേവേഴ്സും റോയൽ ടേസ്റ്റും ഉള്ളൊരു മസാല ചിക്കൻ റെസിപ്പിയാണ്. നല്ല ജ്യൂസിയും സ്പൈസിയുമായ ഈ ചിക്കൻ കറി നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇത് പുലാവിൻ്റെ കൂടെ, ലച്ച പറാത്ത, നാനിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. നല്ല ഒരു ടേസ്റ്റി ഡിഷാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ വരൂ, നമുക്ക് ഒന്നിച്ച് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്, ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. മീഡിയം വലിപ്പമുള്ള പീസാക്കി കട്ട് ചെയ്തിട്ട് ഉപ്പും മഞ്ഞളും ചേർത്ത് വെള്ളത്തിലിട്ട് അതിനുശേഷം അരമണിക്കൂർ നാരങ്ങ വെള്ളത്തിലിട്ട് എടുത്തതാണ്. എപ്പോഴും ചിക്കനൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യണം. ചിക്കൻ്റെ എല്ലാം സ്മെല്ല് പോവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കിലോ ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാശ്മീരി ചില്ലി 1 തൊട്ട് 1.5 ടേബിൾ സ്പൂൺ വരെ ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനധികം എരിവൊന്നുമില്ലല്ലോ, അതൊരിക്കലും കൂടുതലായി പോകില്ല കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഓയിലാണ്. ഞാൻ കോൺ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് കൊറിയാൻഡർ പൗഡർ, മല്ലിപ്പൊടിയാണ്, 1 ടേബിൾ സ്പൂൺ. അടുത്തത് മഞ്ഞൾപ്പൊടി, ടർമറിക് പൗഡർ 1 ടീസ്പൂൺ. ഇനി വേണ്ടത് ക്യുമിൻ പൗഡറാണ്, അതും 1 ടീസ്പൂൺ. ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൗഡർ ചെയ്താട്ടോ. പിന്നെ വേണ്ടത് യോഗർട്ട്, തൈര് 400 ഗ്രാം. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പുളിയില്ലാത്ത തൈര് വേണം ഉപയോഗിക്കാൻ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. ഞാൻ അളവ് പറയുന്നില്ല, ഓരോരുത്തരുടെയും ഉപ്പിൻ്റെ അളവ് പ്രത്യേകതയാണല്ലോ, ചിലർക്ക് കൂടുതൽ ചിലർക്ക് കുറവ്. അതിന് ശേഷം കൈ വെച്ച് നല്ലതുപോലെ കുഴച്ച് മിക്സ് ചെയ്യുക. അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇത് മാറ്റിവെക്കാം. അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു 20 തൊട്ട് 25 വരെയും ആൽമണ്ട് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ആൽമണ്ട് ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് നല്ല പേസ്റ്റായിട്ട് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രീൻ കാർഡമം, ഏലക്ക 2 എണ്ണം, ബ്ലാക്ക് കാർഡമം ബിഗ് ഏലക്ക 1 എണ്ണം, ഗ്രാമ്പു ക്ലൗസ് 3 to 4, സിന്നമൺ സ്റ്റിക്ക് കറുവപ്പട്ട 1 എണ്ണം, സ്റ്റാർ അനീസ് 1 എണ്ണം, തക്കോലം. പിന്നെ വേണ്ടത് കുരുമുളകാണ്, പെപ്പർകോൺസ് 10 എണ്ണം, ക്യുമിൻ സീഡ്സ് 1 ടീസ്പൂൺ, ജീരകം, മെയ്സ് ജാതിപത്രി 1 പീസ്, ഉണക്കമുളക് 2 എണ്ണം, ബേ ലീഫ് 1 എണ്ണം. നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത് 100 ml. നിങ്ങൾക്ക് അത്ര വേണ്ടെങ്കിൽ പകുതി ആയിട്ട് എടുക്കാം കേട്ടോ. കസൂരി മേത്തി ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചതാണ്. ഗരം മസാല, അതുപോലെ തന്നെ സാഫ്രൺ ഉപയോഗിച്ചിട്ടുണ്ട്, നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. പിന്നെ മല്ലിയില അരിഞ്ഞത്, പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആൽമണ്ട് പേസ്റ്റ്, പിന്നെ 2 തൊട്ട് 3 വരെ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ വറുത്ത് വെച്ച് നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ പകുതി നെയ്യും പകുതി ഓയിലും എടുക്കാം. ഒട്ടും നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ ഓയിലിൽ മാത്രം തയ്യാറാക്കാം. പക്ഷേ ഇതൊരു റോയൽ ഹൈദരാബാദി റെസിപ്പിയാണല്ലോ, അപ്പോൾ നെയ്യ് തീർച്ചയായിട്ടും ആവശ്യമാണ്. ജീരകം ചേർത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ബേ ലീഫും സ്റ്റാർ അനീസ്,
ഏലക്ക, കറുത്ത ഏലക്ക, ഗ്രീൻ ഏലക്ക, ഉണക്കമുളക്, സിന്നമൺ സ്റ്റിക്ക്, കറുകപ്പട്ട, ക്ലോവ്സ്, കുരുമുളക് ചേർത്ത് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടായ എണ്ണയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിന് നല്ലൊരു ഫ്ലേവർ വന്നു കൊടുക്കുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. അരമണിക്കൂർ മുമ്പ് നമ്മൾ മാരിനേറ്റ് ചെയ്തു വെച്ചല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമായിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. അതിലേക്ക് ഞാൻ കുറച്ച് സാഫ്രൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ് കേട്ടോ, നിർബന്ധമില്ല. 5 to 7 മിനിറ്റാണ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇത് വഴറ്റി കൊടുക്കേണ്ടത്. വെള്ളം ഒട്ടും ചേർക്കണ്ട, ചിക്കനിലെ വെള്ളം താനെ ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ 5 തൊട്ട് 7 മിനിറ്റ് വരെയും ഞാൻ പറഞ്ഞല്ലോ വഴറ്റി കൊടുക്കാൻ. ഞാൻ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ, ചിക്കനിലെ വെള്ളം വന്നിരിക്കുന്നതാണ് കാണുന്നത്. ഏഴ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ആ വറുത്ത് വെച്ചേക്കണ സവാളയില്ലേ, 2 തൊട്ട് 3 സവാള അരിയും. വലിയ സവാളയാണെങ്കിൽ 2 എണ്ണം മതി, ചെറുതാണെങ്കിൽ 3 എണ്ണം. അത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്ത് വെച്ച് അത് ഞാൻ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുവാണേ. അതിനുശേഷം നമുക്ക് ആൽമണ്ട് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റി യോജിപ്പിക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ആവണം. ഇനി നമുക്കിതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനൊരു 1/2 കപ്പ് തിളച്ച വെള്ളം വേണം കേട്ടോ. ഒരിക്കലും പച്ചവെള്ളം ചേർക്കരുത്. തിളച്ച വെള്ളം 1/2 കപ്പ് ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തു. എന്നിട്ട് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു കവർ വെച്ച് അടച്ച് 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിക്കാം. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനതിൻ്റെ കവറ് മാറ്റി. ഇത്ര ഭംഗിയാണ് കാണാൻ, അതുപോലെ നല്ല വാസനയാട്ടോ. ഈ മസാലയുടെയൊക്കെ ഭയങ്കര വാസനയാണ് വരുന്നത്. അതിനുശേഷം ഞാൻ അതിലേക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച കസൂരി മേത്തി, ഉലുവയുടെ ഇലയുണ്ടല്ലോ, അതാണ് കസൂരി മേത്തി, അതിനെ ഞാൻ ചേർത്ത് കൊടുത്തു 1 ടീസ്പൂൺ. ഈ കസൂരി മേത്തിയൊക്കെ ചേർക്കുമ്പോൾ ഭയങ്കര വാസനയാട്ടോ. പിന്നെ ഞാൻ മല്ലിയില ചെറുതായിട്ട് മുറിച്ചത് 1/2 കപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഗരം മസാലയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് ആ മീഡിയം ഫ്ലെയിമിൽ തന്നെ 3 to 4 മിനിറ്റ്സ് വേവിക്കണം. അങ്ങനെ 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്ക്, അതിൻ്റെ എണ്ണയെല്ലാം മുകളിൽ വന്ന് നല്ല ഭംഗിയും നല്ല വാസനയുള്ള ചിക്കൻ കറി, നിസാമി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. എണ്ണയെല്ലാം നല്ല നെയ്യൊക്കെ മുകളിൽ വന്നിട്ട് നല്ല കാണാനും മാത്രമല്ല കഴിക്കാനും നല്ല രുചിയായിരുന്നു. ഞങ്ങളിത് പുലാവിൻ്റെ കൂടെയാണ്, വെജിറ്റബിൾ പുലാവിൻ്റെ കൂടെയാണ് കഴിച്ചത്. നിങ്ങൾക്ക് പുലാവിൻ്റെ കൂടെയോ ബട്ടർ നാൻ, ലച്ച പൊറോട്ട, സാദാ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവിനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണമെന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം.